നമസ്കാരം. ABB സ്വീഡിഷ് മൾട്ടി ഇൻ്റർനാഷണൽ കമ്പനിയുടെ മിഡിൽ ഈസ്റ്റിൻ്റെ റീജിയണൽ ഹെഡ് ശ്രീ TN കൃഷ്ണകുമാറാണ് ഇന്ന് നമ്മുടെ അതിഥി. ശ്രീ TN കൃഷ്ണകുമാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. തൊടുപുഴ, അവിടെയാണ് ജന്മദേശം. അതെ. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് ആൻറ്റി കറപ്ഷനിലായിരുന്നു, വിജിലൻസ് സ്പെഷ്യൽ സ്ക്വാഡിൽ. എത്രാമത്തെ മകനായിരുന്നു? മൂത്ത മകനാണ്. ഞങ്ങൾ 2 കുട്ടികളാണ്. 2 പേരാണ്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ തൊടുപുഴയിലായിരുന്നു. അതെ. പിതാവ് ഒരു സർവീസ് സെക്ടറിലായിരുന്നു. അതെ, ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു. അപ്പോൾ ശരിക്കും ആ ഒരു ശിക്ഷണവും ആൻറ്റി കറപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം സമൂഹത്തിന് മുമ്പിൽ മാതൃകയായിട്ട് നിന്ന ഒരാളാണ്. അതെ. സ്കൂൾ വിദ്യാഭ്യാസം തൊടുപുഴയിൽ തന്നെയായിരുന്നു. അതെ. അത് കഴിഞ്ഞ് കോളേജും തൊടുപുഴയിൽ തന്നെയായിരുന്നു, ന്യൂമാൻ കോളേജ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എഞ്ചിനീയറിങ്ങിന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. 84 മുതൽ 88 വരെ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നേരെ പിന്നെ പോകുന്നത് പൂനെയിലാണ്. പൂനെയിൽ പോയി ഞാൻ വർക്ക് ചെയ്തു. അതോടുകൂടി തന്നെ MBAക്ക് പഠിച്ചു. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് റിസർച്ച് പൂനെയിൽ MBA ചെയ്തു. സിംബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സ്പെർട്ട് മാനേജ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ മുംബൈയിലോട്ട് പോയി. അവിടെ L&Tയിലാണ് ആദ്യമായിട്ട് ജോലി കിട്ടുന്നത്. ലാർസൻ ആൻഡ് ട്യൂബ്രോയിലാണ് എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ജോബ്. അവിടെ എങ്ങനെയായിരുന്നു? 28 വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ ഒരു ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? അന്നും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായൊരു സാഹചര്യമല്ലായിരുന്നു അന്നും. നല്ല ജോലിയൊക്കെ വേണമെങ്കിൽ അന്ന് ബോംബെ ആയിരുന്നു, പിന്നെ ഡൽഹിയോ ഒക്കെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു വൺ ഓഫ് ദ ടോപ്പ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്ന ഗ്രാജുവേറ്റ്സിനെ മോൾഡ് ചെയ്ത് അവരെ പ്രൊഫഷണൽസിലോട്ട് കൊണ്ടുവരാനായിട്ട് വളരെയധികം യത്നിക്കുന്ന ഒരു കമ്പനി L&T. ഇന്നും നമ്മുടെ ഇന്ത്യയിലെ ഒരു ടോപ്പ് എഞ്ചിനീയറിംഗ് കമ്പനി എന്ന് പറയാം. L&Tയിൽ കിട്ടുന്നെങ്കിൽ തന്നെ ആദ്യം ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിലെല്ലാം അവർ മോണിറ്റർ ചെയ്യണത് എങ്ങനെയാണ് ഈ കാൻഡിഡേറ്റ് മറ്റുള്ള ആൾക്കാരെ ഫേസ് ചെയ്യണത്. പിന്നെ ഇൻ്റർവ്യൂ, ഫസ്റ്റ് ഇൻ്റർവ്യൂ, സെക്കൻഡ് ഇൻ്റർവ്യൂ, ഫൈനൽ ഇൻ്റർവ്യൂ, ഇതെല്ലാം ഉണ്ടാവും. ബട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ അവിടെ വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കമ്പനിയാണ്. എഗെയിൻ ഈവൻ L&Tയിൽ പോയാലും അവർ ട്രെയിൻ ചെയ്യണത് എങ്ങനെ ആൾക്കാരെ മീറ്റ് ചെയ്യും. നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നമ്മളോട് എന്ത് പറഞ്ഞാലും എന്താണ് ആക്ച്വലി ഈ മീൻ, അങ്ങനെ എങ്ങനെ നമ്മൾ അവരെ അഭിമുഖീകരിക്കണം, എന്തായിരിക്കും പുള്ളിയുടെ മനസ്സിലുള്ളത്, ആ കാര്യങ്ങൾ വളരെ നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. മേ ബി ക്യാൻ സേ ടെക്നിക്കലിയും പ്രൊഫഷണലിയും നല്ലൊരു നമ്മളെ മോൾഡ് ചെയ്തു. തീർച്ചയായിട്ടും അതൊരു കോൺഫിഡൻസ് ലെവൽ നമ്മളെ കൂട്ടി. അതെ. ആ ഒരു കോൺഫിഡൻസ് ലെവലാണ് ഇന്ന് കാണുന്ന വിജയത്തിൻ്റെ പിന്നിൽ. തീർച്ചയായിട്ടും എനിക്കത് പറയാം. അവിടെ നിന്ന് നമ്മൾ എത്ര വർഷമായിരുന്നു L&Tയിൽ വർക്ക് ചെയ്തത്? ഞാൻ 92 നിന്ന് 95 വരെ L&Tയിലായിരുന്നു. 95ലാണ് ഇന്ത്യ വിട്ടത്. ആദ്യമായിട്ട് വരുന്നത് മസ്കറ്റിലാണ്. മസ്കറ്റിൽ വന്ന് ഏത് കമ്പനിയിലാണ് വർക്ക്? മസ്കറ്റിൽ വന്നത് ഭവാൻ എഞ്ചിനീയറിംഗ് കമ്പനി. L&T ചെയ്തുകൊണ്ടിരുന്ന അതേ ജോബ്, സ്വിച്ച് ഗിയേഴ്സ് എന്ന് പറയും, ഇലക്ട്രിക്കൽ സ്വിച്ച് ഗിയേഴ്സ്, സെയിം ടെക്നിക്കൽ ഫീൽഡിൽ. അന്ന് ഹോളക് എന്ന് പറഞ്ഞൊരു ഡച്ച് നെതർലൻഡ് ബേസ് ആയിട്ടുള്ള കമ്പനിയുടെ മാർക്കറ്റ് ആൻഡ് സെയിൽ ചെയ്യാനുള്ള ഒരു റോളിലാണ് ഞാൻ വന്നത്. പിന്നെ ഒരു ബ്രിട്ടീഷ് കമ്പനി ഉണ്ടായിരുന്നു, FKI, അതിൻ്റെയും. സോ 2001 വരെ ഞാൻ ഭവാൻ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ കൂടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് സ്വപ്ന നഗരിയായ ഡ്രീം ലാൻഡിലേക്കുള്ള യാത്ര. അതെ. ദുബായിലേക്ക്. ഫസ്റ്റ് മിഷൻ എന്തായിരുന്നു? 2001 ഞാൻ ആക്ച്വലി UAE ലാൻഡ് ചെയ്യണത് അബുദാബിയിലായിരുന്നു. സ്നൈഡർ ഇലക്ട്രിക് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് മൾട്ടിനാഷണൽ കമ്പനിയിലായിരുന്നു. അന്ന് എനിക്ക് ആക്ച്വലി ഏരിയ ഓഫ് കവറേജ് UAE മാത്രമായിരുന്നു. പിന്നീടുള്ള കാലങ്ങളിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ ഒമാൻ ടേക്കപ്പ് ചെയ്തു, പിന്നെ ബഹ്റൈൻ ആഡപ്പായി, അങ്ങനെ ഗൾഫ് കൺട്രീസ് നോക്കുന്നൊരു സിറ്റുവേഷനായി. ആ കാലത്താണ് ഞാൻ ബെസ്റ്റ് സെയിൽസ് എഞ്ചിനീയർ ഇൻ ദ മിഡിൽ ഈസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞ എനിക്കൊരു അവാർഡ് കിട്ടുന്നു, സ്നൈഡർ ഇലക്ട്രിക് എന്ന അവാർഡ് കിട്ടുന്നു. ആ ഒരു അവാർഡ് നമ്മുടെ അപ്രിസിയേഷൻ, തീർച്ചയായും നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂട്ടുകയാണ്. തീർച്ചയായിട്ടും. അത് എത്രത്തോളമാണ് താങ്കളിലേക്ക് ആ ഒരു ഉത്തരവാദിത്വം കൊണ്ടെത്തിച്ചത്? നമ്മളൊരു റെക്കഗ്നിഷൻ നമ്മുടെ കമ്പനി ചെയ്യുമ്പോൾ നമ്മളത് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് അതുവരെയും നല്ല പെർഫോം ചെയ്ത് പിന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അതും പ്രൊഫഷണലിസം നമ്മൾ നമ്മുടെ ജോബിൽ കാണിക്കേണ്ടതായിട്ട് വരും. അത് നല്ലൊരു ഗ്രോത്ത് പാത്തായിരുന്നു. അംഗീകാരങ്ങൾ നമുക്ക് കിട്ടുമ്പോഴാണ് തീർച്ചയായും നമുക്ക് ഉത്തരവാദിത്വം കൂടുന്നത്. തീർച്ചയായിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? 2006 അരൈവ എന്ന് പറയും. അപ്പോൾ അരൈവയ്ക്കാണെങ്കിൽ യുറാനിയം മൈനിങ്, യുറാനിയം എൻറിച്ച്മെൻറ്റ്, യുറാനിയം ന്യൂക്ലിയർ പവർ റിയാക്ടേഴ്സ്, പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൽ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ആ സെക്ഷനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മിഡിൽ ഈസ്റ്റ് റീജിയണൽ ഹെഡായിരുന്നു ഞാൻ. അഗെയിൻ ബേസ്ഡ് ഇൻ ദുബായ്, പക്ഷേ റിപ്പോർട്ട് ചെയ്യുന്നത് പാരീസ്, ഫ്രാൻസിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് 2006 മുതൽ 2011 വരെ ഞാനത് കണ്ടിന്യൂ ചെയ്തു. 2011 എൻ്റെ അടുത്ത മൂവ്. 2011 ഞാൻ GEയിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് വന്ന ഓഫർ ആസ് എ ഗ്ലോബൽ ലീഡർ ഫോർ ഓയിൽ ആൻഡ് ഗ്യാസ് പെട്രോകെമിക്കൽ. അതുവരെയും എനിക്ക് മിഡിൽ ഈസ്റ്റ് റീജിയനിൽ മാത്രമായിരുന്നു എൻ്റെ എക്സ്പോഷർ. 2011 മെയിനായിട്ട് അന്ന് US, നോർത്ത് അമേരിക്ക, പിന്നെ ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, പിന്നെ മിഡിൽ ഈസ്റ്റ് ആൻഡ് ഏഷ്യ.
only limited to oil and gas. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ABBയിലേക്ക്? അല്ല, അത് കഴിഞ്ഞ് 2011 മുതൽ 2014 വരെ ഞാൻ ഈ റോൾ കണ്ടിന്യൂ ചെയ്തു. 2014 ജിയിൽ തന്നെ മിഡിൽ ഈസ്റ്റ് റീജിയണൽ ഹെഡായിട്ട് വേറൊരു പൊസിഷൻ വന്നു. ബട്ട് ഓൺലി ലിമിറ്റഡ് ടു മിഡിൽ ഈസ്റ്റ്. അത് വിച്ച് ഇൻക്ലൂഡ്സ് ഇലക്ട്രിസിറ്റി, യൂട്ടിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഇൻഡസ്ട്രി, അങ്ങനെയുള്ള എല്ലാ മാർക്കറ്റ് സെഗ്മെൻറ്റും ഫോർ എവറി എക്യുപ്മെൻറ്റ് ഓൾ കൺട്രി. 2018 മിഡിലായപ്പോൾ ഞങ്ങളുടെ പുതിയ കമ്പനി അതാണ് ABB, സ്വീഡിഷ് മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവർ ടേക്ക് ഓവർ ചെയ്തു ഞങ്ങളുടെ ഡിവിഷൻ. ഇപ്പം ഞാൻ പാർട്ട് ഓഫ് ABB ആണ്. ABBയുടെ ഇലക്ട്രിഫിക്കേഷൻ പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ എന്ന് പറയും ഡിവിഷൻ. അതിൻ്റെ മിഡിൽ ഈസ്റ്റ് റീജിയണൽ സെയിൽസ് ഡയറക്ടറാണ്. ഇന്ന് നമ്മളൊരു മലയാളി ഒരുപക്ഷെ ആ കമ്പനിയിൽ നേടിയ ഒരു ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഇതിനെ കാണാം നമുക്ക്. അതുപോലെ തന്നെ എംപ്ലോയി ഓഫ് ദ ഇയർ, അത് ഒരു കമ്പനിയുടെ ഡെവലപ്മെൻറ്റ്സിന് നമ്മളെടുത്ത യാത്രകൾ, ആ എഫോർട്ട്, അതിനെല്ലാം താങ്കൾക്ക് കിട്ടിയ ഒരു അംഗീകാരം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയും തന്നെയാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത് എൻ്റെ അച്ഛനും അമ്മയാണ്. എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ? വളരെയധികം. എത്രത്തോളം എനിക്കത് മെഷർ ചെയ്യാൻ പറ്റില്ല, അത്രത്തോളം എന്നെ സ്വാധീനിച്ചതാണ്. എൻ്റെ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള പേഴ്സണാണ്. ഗവൺമെൻറ് സർവൻ്റാണ് അന്നത്തെ കാലത്തിൽ. ഫസ്റ്റ് എഞ്ചിനീയർ തന്നെ പറയാം ഞാൻ ആക്ച്വലി. അതുവരെയും കൂടുതലും ഞങ്ങൾക്ക് ഒത്തിരി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ കൂടുതലായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്നത്. അദ്ദേഹമായിരുന്നു എനിക്ക് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നത്. അത് തന്നെയായിരുന്നു ഒരു പക്ഷേ താങ്കളുടെ കരിയറിൽ ഇത്രത്തോളം കമ്പനിയിലെ ഡെവലപ്മെൻറ്റ്സിന് ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചതും എന്തൊക്കെയാണ്? വളരെ ടോപ്പായിട്ടുള്ള പറഞ്ഞിരിക്കുന്നത് ഒന്ന് സിൻസിയറിറ്റിയാണ്. നമ്മൾ എന്ത് ചെയ്താലും സിൻസിയറായിട്ട് ചെയ്യുക. ചെറുപ്പത്തിൽ എന്നോട് പറയും ആക്ച്വലി. അത് ഞാനത് എൻ്റെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെയും അതൊക്കെ തന്നെയാണ്. പിന്നെ അമ്മയുടെ പ്രാർത്ഥനയും. അമ്മയാണ് ഇതോടുകൂടി. എൻ്റെ അച്ഛൻ ഒരു 20 വർഷം മുമ്പ് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയി. അതിനുശേഷം അമ്മയാണ് പിന്നെ ഞങ്ങളെയൊക്കെ നോക്കിയിരുന്നത്. അച്ഛനെ മാതിരി തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് അമ്മയ്ക്കുണ്ട്. ബ്രദർ TN ജയരാജ്, പുള്ളി ഇപ്പോൾ ധനലക്ഷ്മി ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജറാണ്. വിവാഹം കഴിച്ചിരിക്കുന്നത് പട്ടാമ്പി എന്നാണ്. വൈഫിൻ്റെ പേര് ഗീതു. കുട്ടികൾ? എനിക്ക് 2 കുട്ടികളാണ്. മൂത്ത മകൻ്റെ പേര് രാഹുൽ, പുള്ളി US പബ്ലിക് ഹെൽത്ത് പഠിക്കുന്നു. ഇളയ മകൻ്റെ പേര് രോഹിത്, പുള്ളി മാഞ്ചസ്റ്റർ UK മെഡിസിൻ പഠിക്കുന്നു. ഒരു സന്തോഷമായ ഒരു കുടുംബ ജീവിതവും താങ്കളുടെ ഈ ഒരു ലൈഫിൻ്റെ ഒഫീഷ്യൽ ലൈഫിൻ്റെ ഒരുപാട് സക്സസ് ആക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെ. സ്ട്രോങ് വുമൻ ടു സക്സസ്, അതെൻ്റെ കാര്യത്തിൽ പരിപൂർണമായിട്ടും 100% പറയാം. അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. അതെ, സ്ട്രോങ് ആയിട്ട് നിന്നു. ഒരു പക്ഷേ നമ്മൾ വളരെ സോഫ്റ്റായിട്ട് നിൽക്കുന്നിടത്തൊക്കെ വളരെ സ്ട്രോങ് ആയി നമ്മൾ പിടിച്ചു നിർത്തിയത്. ഒരു എക്സാമ്പിൾ എനിക്ക് 1995 അന്ന് എനിക്ക് ഞാൻ എല്ലാണ്ടി നിൽക്കുമ്പോൾ കിട്ടിയൊരു ഓഫർ. അന്ന് കേരളത്തിൻ്റെ ഹെഡായിട്ടായിരുന്നു എനിക്ക് LNTയുടെ ഓഫർ വന്നത് 95. അതേ സമയത്താണ് എനിക്ക് മിഡിൽ ഈസ്റ്റിൽ ഗൾഫിൽ വരാനുള്ള ഒരു ജോബ്, 2 ജോബ് വന്നപ്പോൾ സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിന്ന് വൈഫ് പറഞ്ഞത്, നമുക്ക് ഇത്രയും നമ്മൾ വർക്ക് ചെയ്തു, ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ഇനി നമുക്ക് ഇൻ്റർനാഷണൽ എക്സ്പോഷർ വേണം, ഓക്കെ, അതിന് നമുക്ക് എടുക്കാമെന്ന്. വൈഫിൻ്റെ ഒരു വളരെ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ അതായിരുന്നു റൈറ്റ്. കാരണം നമ്മൾ ലൈഫിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതൊരു റൈറ്റ് തിങ് ആണെങ്കിൽ നമ്മുടെ ലൈഫ് മാറ്റിമറിക്കും. പക്ഷെ റോങ് ആണെങ്കിൽ നമ്മൾ വീണ്ടും അതൊരു പക്ഷേ അവിടെ ഒരു സപ്പോർട്ട് നമുക്ക് നൽകിയത് വൈഫ്. അവിടെ മാത്രമല്ല, ലൈഫിൽ ത്രൂ ഔട്ട്. അതെ, വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കോണ്ടിനെൻ്റൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ. UAE എന്ന് പറയുന്നത് താങ്കൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, എത്രത്തോളം സ്നേഹിക്കുന്നു? ഞാൻ ഒരു ഇന്ത്യൻ എന്ന നിലയിൽ വളരെയധികം അഭിമാനിക്കുന്ന ആളാണ്. അതോടുകൂടി തന്നെ ഞാൻ പറയാം, UAE പല കൺട്രികളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ജോലിപരമായിട്ടും എൻ്റെ കഴിഞ്ഞ 28 വർഷത്തിന് എൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ ഞാൻ ഒത്തിരി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടുത്തെ റൂളേഴ്സ് പ്രത്യേകമായിട്ട് പറയേണ്ടതാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളൊരു വെറൈറ്റി ഓഫ് നാഷണാലിറ്റീസിനാണ് നമ്മൾ കാണുന്നത്. വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇത്രയധികം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഉള്ള ഒരു കൺട്രിയാണ്. എന്തുകൊണ്ട് ഞാൻ പറയാം, ലൈഫിനെ ശരിക്കും ഒരു മോൾഡ് ചെയ്യാൻ ഈ രാജ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലോകരാജ്യങ്ങളിലും ഒരുപാട് യാത്രകൾ ബിസിനസ് പരമായും അല്ലാതെയും. എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ ആ യാത്രകൾ സ്വാധീനിച്ചിട്ടുള്ളത്? ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ജോലികളും ഈ യാത്രകളും, ഈ ജോലിക്കിടയിലുള്ള യാത്രകളും. കാര്യം നമ്മൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു, പുതിയ ടെക്നോളജി പരിചയപ്പെടുന്നു. ഈ ടെക്നോളജി ഡേ ടു ഡേ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് UAEയിലുള്ള ടെക്നോളജി ആയിരിക്കില്ല ഇന്ന് വെളിയിൽ യൂറോപ്പിലുള്ളത്, അല്ലെങ്കിൽ ഇന്ന് US ഇതൊക്കെ ഭാഗ്യം കൊണ്ട് ഞാൻ ഈ കൺട്രികളൊക്കെ പോകുന്നതുകൊണ്ട് നമുക്കത് കാണാനും അതിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കാനും അത് നമ്മളിവിടെ ആപ്ലിക്കബിൾ ആക്കാനും എക്സ്പോഷർ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഒരു 28 വർഷക്കാലമായി
ഒരു എംപ്ലോയി എന്ന രീതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്? അതിൻ്റെ കാരണം എന്താണ്? ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്തത് തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അതിൻ്റെ ഫെസിലിറ്റീസും അതിൻ്റെ പെർക്സും എല്ലാം വൺ ഓഫ് ദ ബെസ്റ്റ്. അപ്പോൾ ഒന്നിൽ നിന്ന് അടുത്തതിലോട്ട് മൂവ് ചെയ്യും തോറും ബിസിനസ് ലൈഫിൽ, പ്രൊഫഷണൽ ലൈഫിൽ നമ്മുടെ ലാഡർ ക്ലൈംബ് ചെയ്യുന്ന മാതിരിയാണ് ആക്ച്വലി. രണ്ട്, നമ്മൾ ഈ മൾട്ടിനാഷണൽ കമ്പനികളിലെല്ലാം വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ അപ്രോച്ച് ഈ ലോക്കൽ കമ്പനികളിലെക്കാളും ഡിഫറെൻ്റ് ആണ് ആക്ച്വലി. ഇത്രയും വർഷം എക്സ്പീരിയൻസ് ആയിട്ട് മേ ബി ഇനി കുറച്ച് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് മേ ബി ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങണമെങ്കിൽ നമുക്ക് തുടങ്ങാം. ബിസിനസ്സുകാരൻ എന്ന നിലയിൽ കേരളത്തിൽ ഒരു ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട്. വയനാട് ഒരു ടൂറിസ്റ്റ് ഏരിയയാണ്, ടൂറിസ്റ്റ് ഹബ്ബാണ്. അപ്പോൾ അങ്ങനെ ഒരു മേഖലയിലേക്ക് പോകാനുണ്ടായ കാരണം എന്താണ്? കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് ബിസിനസ്സുണ്ട് തൊടുപുഴയിലും. ഞങ്ങൾക്ക് കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ മെയിൻലി എന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഞങ്ങൾ ബിൽഡിംഗ് ആക്കിയിട്ട് അത് റെൻറ്റിന് കൊടുക്കുക, ഇതാണ് ഞങ്ങളുടെ ബിസിനസ്. ഇപ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, ഒരു ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് തൊടുപുഴയിൽ. കടകളുണ്ട്, വീടുകളുണ്ട്, പിന്നെ ചില അപ്പാർട്ട്മെൻറ്റ്സുകൾ, ഇതൊക്കെയാണ് തുടങ്ങി. അവിടുന്ന് വയനാടിന് പോകാൻ കാരണം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സാണ്. കേരളത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയായിരുന്നു. ഞങ്ങൾ പലയിടത്തും, ഞാൻ ഈ പറഞ്ഞ മാതിരി രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, പല റിസോർട്ടുകളിൽ പോയി താമസിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ആലോചിക്കണം എന്തുകൊണ്ട് ഒരു ക്വാളിറ്റി റിസോർട്ട് തിരിച്ച് നമ്മൾ കേരളത്തിൽ, അതും നമ്മുടെ കൊച്ചു കേരളത്തിൽ, അതും വയനാട് ചെയ്തുകൂടാ എന്ന് ആലോചിച്ചു. ഒരു മണി മേക്കിങ്ങിനെക്കാട്ടിലും കൂടുതലായിട്ട് ഒരു പാഷൻ, എഞ്ചിനീയർ എന്നുള്ള നിലയിൽ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുക, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക, ആ ഒരു രീതിയിലാണ്. അത് എത്ര കോട്ടേജസ് ഉള്ള? ഇത് 20 കോട്ടേജസ് ആണ് ഉള്ളത്. അത് വയനാട് ഇത് ബാണാസുര സാഗർ ലേക്കിന് അവിടെ ചേർന്നിട്ടുള്ള ഒരു 20 കോട്ടേജ്. റിസോർട്ടിൻ്റെ നെയിം പേര് സെറിനിറ്റി റിസോർട്ട്സ് എന്നാണ്. സെറിനിറ്റി. എല്ലാം തന്നെയും ലേക്ക് വ്യൂ ആണ്. എല്ലാം കോട്ടേജ് ടൈപ്പുകളാണ്. കോട്ടേജ് ടൈപ്പാണ്. എല്ലാ കോട്ടേജ് ലക്ഷറി ടൈപ്പാണ്. ലക്ഷറി റിസോർട്ട്സ് ആണ്. അതിനോട് കൂടി ചേർന്ന റെസ്റ്റോറൻറ്റ്, അതിനോട് കൂടി ചേർന്നുള്ള പല പാക്കേജസ് എല്ലാം ഉണ്ട്. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഒത്തിരി പേര് വരുന്നുണ്ട്. വളരെ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ തന്നെ നല്ല റെസ്പോൺസ് ഉണ്ട്. അതുകൂടാതെ മറ്റുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലും താങ്കളുണ്ട്. അലുമിനി, അതായത് എഞ്ചിനീയേഴ്സിൻ്റെ അലുമിനിയുടെ സംഘടനകൾ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളമാണ് ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി വന്നിട്ട് നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളത്? ഞാൻ ആദ്യം തുടങ്ങിയത്, ഞാൻ പറഞ്ഞ പോലെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു അലുമിനി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് 2001. അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടുത്തെ അലുമിനി ആക്ടിവിറ്റികളിലൊക്കെ ഇൻവോൾവ് ചെയ്തിരുന്നു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് അലുമിനിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ഈ പ്രൈവറ്റ് കോളേജിൽ കൊടുക്കുന്ന ട്യൂഷൻ ഫീസോ ഒന്നും കൊടുത്തല്ല, വളരെ തുച്ഛമായിട്ട്, അതും കേരളത്തിലെ ടാക്സ് പേയേഴ്സിൻ്റെ പൈസ വെച്ച് പഠിച്ച ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ എന്തുകൊണ്ട് തിരിച്ച് നമുക്ക് ആ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടാന്ന് ആലോചന ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ സീറ്റ ഗാലക്സി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ UAE-യിലുള്ള ഒരു അഭ്യുദയമായിട്ടുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് നടത്തിയതാണ്. അതിൽ ഞാനും ചേർന്നു. അതിൻ്റെ ഒരു ലൈഫ് ട്രസ്റ്റി മെമ്പർ കൂടെയാണ്. ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റിലും ആയിട്ട് ചേർന്ന് 450 ഗവൺമെൻറ് സ്കൂളിൽ, ഇല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളിന് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഈ പ്രോജക്റ്റിൻ്റെ പേര് ഹോപ്പ് എന്നാണ്. ഹെൽപ്പിംഗ് ഔട്ട്സ്റ്റാൻഡിങ് പീപ്പിൾ ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻസ്. എഡ്യൂക്കേഷനാണ് കാര്യം. നമ്മൾ ആർക്കും പൈസ കൊടുത്ത് നമുക്ക് ആരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അവരുടെ കാലിൽ നിൽക്കാനായിട്ട് പഠിപ്പിക്കും. ആദിവാസി കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങൾ, ഈവൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണെങ്കിലും, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനാണെങ്കിലും, ലീഡർഷിപ്പ് ചെയ്യാനാണെങ്കിലും, അപ്പോൾ പല സ്കൂളിൽ നിന്ന്, അപ്പം ഈവൻ ബസ്സുകളും കാറുകളും വണ്ടികളൊന്നും പോകാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ, ഇപ്പോൾ പൂമാല എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്നൊക്കെയാണ് കുട്ടികൾ വന്നത്. അവരെയൊക്കെ ഞങ്ങൾ 2-3 ദിവസം ക്യാമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് ഒക്കെ നടത്തി അവരെ തിരിച്ചുവിടും. അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കും. പിന്നെ അവരിലെല്ലാം ഞങ്ങൾ ഓരോ എൻജിനീയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യും നമ്മുടെ ആ ഏരിയയിലുള്ള. അപ്പോൾ അവരെ മെൻഡറാക്കും. സോ അഗെയിൻ പൈസ മാത്രമല്ല എല്ലാം, അവരെ നമ്മൾ അഡ്വൈസ് ചെയ്യുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഈ മെൻഡറിനെ വിളിക്കും, അവർ അഡ്വൈസ് ചെയ്യും. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിപ്പിച്ച്, ഈവൻ 12ാം ക്ലാസ്സിൽ പഠിച്ച് ജയിച്ച് അവർ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ വരുവാണെങ്കിൽ അവിടെയും ഈ സ്കോളർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് വേറെ സ്കോളർഷിപ്പ് ഉണ്ട്, ജെംസ് എന്ന് പറഞ്ഞിട്ട്, ഗ്രോയിങ് എഞ്ചിനീയറിംഗ് മോണിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അതിന് ഞങ്ങൾ ഒരു 1.2 crore ഞങ്ങൾ അഗെയിൻ ഈ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലെ അലുമിനി മെമ്പേഴ്സ് എല്ലാം കൂടെ ഡൊണേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പൈസ ഈ കുട്ടികൾക്ക് കൊടുത്ത് അങ്ങനെ ഒരു കണ്ടിന്യൂറ്റിയാണ്, അവരെ ലൈഫിലോട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. ഈ കഴിഞ്ഞുപോയ 28 വർഷക്കാലത്തെ പ്രവാസ ജീവിതം വേണമെങ്കിൽ ബോംബെയിൽ നമ്മൾ അതിൽ കൂട്ടാണ്, തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇതൊന്നും എൻ്റെ മാത്രമുള്ളൊരു കഴിവോ കേപ്പബിലിറ്റിയോ അല്ല. എൻ്റെ അച്ഛനും അമ്മയും അവരുടെ പ്രാർത്ഥനയും എൻ്റെ ഫാമിലിയുടെ പ്രാർത്ഥന, ആ ഒരു പ്രാർത്ഥനയും വിശ്വാസവും
താങ്കളുടെ ജീവിതത്തെ എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്? ഓരോരോ സമയങ്ങളിലും നല്ല കാര്യം ചെയ്യണമെന്ന് എപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ ഞാനൊരു പ്രോജക്റ്റ് കേരളത്തിൽ പറഞ്ഞു, അതുമാതിരി തന്നെ ഇവിടെ UAE-ലിരിക്കുമ്പോൾ ജനങ്ങളോട് എന്തുകൊണ്ട് നല്ലത് ചെയ്തുകൂടാ എന്നാലോചിക്കും. ഇപ്പോൾ നമ്മൾ പുണ്യ റമദാൻ ടൈമിൽ ഇവിടെയുള്ള ലേബർ ക്യാമ്പുകളിൽ ഇഫ്താർ കിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ വർഷവും പോകും. വലിയൊരു പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബിറ്റ്സ് പിലാനി ദുബായ് ക്യാമ്പസ്. അവരുമായിട്ട് ചേർന്നിട്ട് ഞങ്ങൾ ഇവിടെയുള്ള UAE-ലുള്ള സ്കൂൾ ചിൽഡ്രന് വേണ്ടിയുള്ള ക്വിസ് പ്രോഗ്രാം നടത്താറുണ്ട്. അപ്പോൾ അതിനുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്വിസ് മാസ്റ്റേഴ്സ് ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. ലൈക്ക് നമ്മുടെ ബോൺവിറ്റ ക്വിസ് ഫെയിം ഡെറക് ഒബ്രൈൻ, അദ്ദേഹമൊക്കെ വളരെ ഫേമസ്. അപ്പോൾ അദ്ദേഹത്തെ പേര് കേട്ട് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് അത്രയ്ക്കുള്ള സന്തോഷമുള്ള. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു പ്രാവശ്യം ഒരു ക്വിസ് പ്രോഗ്രാം നടത്തി എല്ലാ സ്കൂൾ ചിൽഡ്രനും. അപ്പോൾ ഇവരിലെല്ലാം നമ്മൾ തിരിച്ച് ഇൻസ്റ്റിൽ ചെയ്യണത് ആ ഒരു സയൻസും ടെക്നോളജി ആയിട്ടുള്ള ഒരു ടച്ച്. ഈ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻവോൾവ് ആണ്. അതെല്ലാം കാരണം ഈ ഇവിടുത്തെ എൻജിനീയറിംഗ് അലുമിനി ആ രീതിയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിലെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ച് തന്നതിൽ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.